ഹായ്, നമസ്കാരം. രാഹുൽ ഗാന്ധി ഒരു ഓഹരി കുംഭകോണം എന്ന് പറഞ്ഞ ഒരു വിഷയവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുംഭകോണ വാർത്തയുമായിട്ട് അല്ലെങ്കിൽ കുംഭകോണ ആരോപണവുമായിട്ട് വരാൻ കാരണം? നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ, അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കിയാൽ, ഒന്ന്, രാഹുൽ ഗാന്ധി പൊതുവിൽ ഒരു എടുത്തുചാട്ടക്കാരനാണ്. അദ്ദേഹത്തിന് മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ഇതാ കിട്ടി ഒരു അവസരം എന്ന് തോന്നിയത് കൊണ്ട് എടുത്തു ചാടി പെട്ടെന്ന് ഈ ആരോപണമായിട്ട് രംഗത്ത് വന്നതാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. സാധാരണ ഈ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ പറയുന്നത്, രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ അത് നേരത്തെ കൂട്ടി പറഞ്ഞ് ഇത്ര സമയത്ത് ഇത്ര മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വരുന്നത്. അത് എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്ത് അത് തയ്യാറാക്കി വെച്ചിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ച് ടൈം നിശ്ചയിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ രാഹുൽ ഗാന്ധി എടുത്തു ചാടി ഒരു ദിവസം ഇതാ ഞാൻ വരുന്നു മാധ്യമക്കാരെ കാണാൻ പറഞ്ഞ് പെട്ടെന്ന് പറയുകയും പെട്ടെന്ന് വന്നിട്ട് ഇതാ വലിയൊരു കുംഭകോണം നടത്തിയിരിക്കുന്നു, മോദിയും അമിത്ഷായും കൂടെ ചേർന്നുകൊണ്ട് അത് വലിയ ഏറ്റവും വലിയ കുംഭകോണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതും മോദിയെക്കുറിച്ച് മാത്രമല്ല, മോദിയെയും അതുപോലെ അമിത്ഷായെയും പിന്നെ നിർമ്മല സീതാരാമനെയും ഒക്കെ അതിനകത്ത് ആരോപണത്തിൽ ചേർത്ത് ഇട്ടുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ആരോപണത്തിൻ്റെ മുന ഒടിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം ഇപ്പോൾ അത് വലിയ ചർച്ചയാവുന്നില്ല. അദ്ദേഹം പിന്നീട് അതുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തില്ല. ഓഹരി വിപണിയുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ലാത്തത് കൊണ്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണോ എന്നതും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഓഹരി വിപണിയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ഇതുണ്ടല്ലോ, നമ്മുടെ എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ ആ എക്സിറ്റ് പോളുകൾ ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത, അതായത് മോദി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു എക്സിറ്റ് പോളായിരുന്നു. ആ എക്സിറ്റ് പോളിൻ്റെ ഒരു ബുമ്മ് വച്ചിട്ട് ഓഹരിയിലേക്ക്, ചില പ്രത്യേക കമ്പനികളുടെ ഓഹരികളിലേക്ക്, അതും പ്രത്യേക ചില കമ്പനികളിലേക്ക്, അതായത് അദാനിയുടെ കമ്പനിയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഓഹരിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്യുകയും അതനുസരിച്ചിട്ട് ഈ അമിത്ഷായും മോദിയും ഒക്കെ ആഹ്വാനം ചെയ്യുകയും അതനുസരിച്ച് ആൾക്കാർ അത് വിശ്വസിച്ചുകൊണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും, പക്ഷേ അങ്ങനെയുള്ളവർ പിറ്റേന്ന് തിരഞ്ഞെടുപ്പ് പോളിംഗ് റിസൾട്ട് വന്നപ്പോഴേക്കും, യഥാർത്ഥ റിസൾട്ട് വന്നപ്പോഴേക്കും അത് ഓഹരികൾ ഇടിഞ്ഞുകയും അവർക്ക് വലിയ നഷ്ടം വരികയും ചെയ്തു എന്നൊക്കെയാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇത് വലിയ കുംഭകോണമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഓഹരി വിപണിക്ക് അതൊന്നും സംഭവിച്ച 2 ദിവസം സ്വാഭാവികമാണ്. നമ്മുടെ ഈ ഒരു സുസ്ഥിര ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓഹരി വിപണിയിൽ അത് ഇങ്ങനെ നിലനിൽക്കുകയുള്ളൂ. അതൊരു ഗാംബ്ലിംഗ് നടത്തുന്നവർക്ക് മാത്രം അത് ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതവർക്ക് വീണ്ടും അത് തിരിച്ചു വരാനും അവർക്കതിൻ്റെ നഷ്ടം നികത്തിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പലർക്കും ആ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന കണക്കുകൾ പറയാം. എനിക്കതിൻ്റെ സാങ്കേതികമായ വിഷയങ്ങൾ പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം അതാണ്. 2, ഏറ്റവും പ്രധാനം ഈ കബളിപ്പിക്കപ്പെട്ടു എന്നതാണ്. അതായത് മോദിയും കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട് തന്നെ കബളിപ്പിച്ചു എന്ന് രാഹുൽ ഗാന്ധിക്ക് സ്വയം ഒരു ബോധ്യം വരുന്നു. കാരണം ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് നേരത്തെ തന്നെ മോദിക്ക് അറിയാമായിരുന്നുവെന്നും ഇങ്ങനെയൊക്കെ തന്നെ റിസൾട്ട് വരുമെന്നും ഒക്കെ ഏകദേശം അറിയാമായിരുന്നു. പക്ഷേ അതൊന്നും ഒളിച്ചു വെച്ചുകൊണ്ട് മോദിയും കൂട്ടരും ഒരു 400 സീറ്റൊക്കെ ഞങ്ങൾ നേടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു പ്രചരണ കോലാഹലം ഉണ്ടാക്കി നമ്മളെ ഒരുമാതിരി മാനസികമായിട്ട് തളർത്തിയിട്ട് പ്രതിപക്ഷത്തെ ഒരുമിക്കാൻ സമ്മതിക്കാതെ, ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് ചേരാൻ സമ്മതിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെ ഒരു തോന്നൽ ഈ രാഹുൽ ഗാന്ധിക്കുണ്ട്. അങ്ങനത്തെ സ്വയം കബളിപ്പിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ട്. അത് പൊതുവിൽ ഒരു മഹായുദ്ധം നടക്കുമ്പോൾ തന്നെ, തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇന്ത്യയിൽ നടന്നത് വലിയൊരു തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്, ജനാധിപത്യ യുദ്ധമാണ്. നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം മഹാഭാരതത്തിൽ ഓരോ ദിവസവും കർണനും മറ്റുമൊക്കെ ഈ പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്ത ആരവമാണ് വരുന്നത്.
അത് പ്രത്യേക പെരുമ്പറ മുഴക്കുന്നവരുണ്ട്. ആ പെരുമ്പറ മുഴക്കുമ്പോൾ അവിടെ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. അതാ വന്നിരിക്കുന്നു കർണൻ, ഇപ്പോൾ ഇന്ന ദിവസം ഇന്ന ആൾക്കാരുടെ എല്ലാം കബന്ധങ്ങൾ ഉരുളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക പീഠത്തിൽ നിന്നുകൊണ്ട് ചിലർ ഇങ്ങനെ വിളിച്ചു പറയും. അതിലിങ്ങനെ ആരവം മുഴങ്ങും. എന്നിട്ട് ഇവർ തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ തന്നെ ചില ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരും. ഇതൊക്കെ ഒരു യുദ്ധത്തിന്റെ തന്ത്രമാണ്. അത് മോദിക്ക് ഭംഗിയായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട്, മോദി ടീമുകൾക്ക് ഭംഗിയായിട്ട് അറിയാമുള്ളത് കൊണ്ട് അവർ വളരെ മനോഹരമായിട്ട് 400 സീറ്റ് അധികം ഇപ്പോൾ നമ്മൾ നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വല്ലാത്തൊരു തിരഞ്ഞെടുപ്പ് കോലാഹലം ഉണ്ടാക്കി. അത് യുദ്ധത്തിന്റെ, ഞാൻ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അങ്ങനെ കോലാഹലം ഉണ്ടെങ്കിൽ ആകപ്പാടെ അതിൽ അന്തമിട്ട് പോയി ഈ പ്രതിപക്ഷങ്ങൾ എന്ന് പറയുന്നതാണ് ശരി. നമ്മൾ കാണുന്നതാണ്. ഈ ഏറ്റവും അധികം ഇപ്പം റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിത്തിരിച്ചു പോയത് കോൺഗ്രസ്സുകാരാണ്. അവർ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഈ 99 ഇപ്പം 100 എന്ന് പറയുന്നു. എന്തായാലും ഈ 99 സീറ്റ് അവർക്ക് പ്രതീക്ഷിച്ചതേ അല്ല. ഒരു 50എങ്കിലും കിട്ടിയാൽ സന്തോഷം എന്ന തരത്തിലാണ് അവർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം അപ്പുറത്ത് എന്തായാലും 10-400 കിട്ടുമെന്ന് അവർ പറയുന്നു. 400 എന്ന് പറയുന്നത് ഒരു പക്ഷേ 2-3 കുറഞ്ഞാലും അല്ല 5-10 കുറഞ്ഞാലും അവരത് നേടും. പിന്നെ നമ്മൾ വലിയ കിടന്ന് അധ്വാനിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലും ഇവരുടെ ഇടയിൽ. മാത്രമല്ല ഇവിടെ തന്ത്രപരമായിട്ട് മോദി ഈ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്ത, അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന നിതീഷ് കുമാറിനെ വളരെ മനോഹരമായിട്ടും തന്ത്രപരമായും നിതീഷ് കുമാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് ഈ TDPയുമായിട്ട് സഖ്യം ഉണ്ടാക്കേണ്ട എന്ന തരത്തിൽ മുന്നോട്ട് പോയെങ്കിലും അവസാന നിമിഷം TDPയും ഇന്ത്യ മുന്നണികളിൽ പോകാതെ പിടിച്ച് പതുക്കെ ഇങ്ങോട്ട് മുന്നണിയിലിട്ടുണ്ടാക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷേ ഈ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്കും ടീമിനും വളരെ താമസിച്ചു പോയി എന്നൊരു ബോധം ഈ രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഉണ്ട്. അവർക്ക് അതിൽ കബളിപ്പിക്കപ്പെട്ടു പോയതിൻ്റെ ഒരു ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ എന്നാ മോദിക്കിട്ട് 2 കൊടുക്കണം, ഞങ്ങളെയൊക്കെ ഇത്രയും കബളിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ ആക്കിയതല്ലേ, അതുകൊണ്ട് ഞങ്ങളെ കബളിപ്പിച്ചതിന് അത് പുറത്ത് വന്ന് ജാള്യത പുറത്ത് വരാതിരിക്കാൻ, അത് വെളിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇപ്പോൾ ഒരു 2 കൊട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി ഈ ആരോപണമായിട്ട് രംഗത്ത് വന്നതെന്ന് കാണാം. ഒരുപക്ഷെ ഈ 400 സീറ്റ് നമ്മൾ കണക്ക് പറയുമ്പോൾ ഒരു ഉദ്ദേശം ഇപ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ BJP ഇപ്പം നേടിയിരിക്കുന്ന 241 ഒറ്റയ്ക്ക് നേടിയതെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ NDA സഖ്യം ഏകദേശം 302 എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം വരുന്ന കണക്കുകൾ. പല സ്വതന്ത്രന്മാർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു അകാലിദളിൻ്റെ ശിരോമണി അകാലിദളിൻ്റെ ഒരു ആള് പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ പിന്തുണ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ NDAയുടെ അംഗസംഖ്യ 302 എത്തിയിട്ടുണ്ട്. അതൊരു 6 മാസം കഴിയുമ്പോൾ 320 വരെ എത്തും എന്നുള്ളത് വ്യക്തമാണ്. അതിപ്പോഴും രാഹുൽ ഗാന്ധിക്കും അത് ഏകദേശം ബോധ്യമാണ്. കാരണം കോൺഗ്രസ് മോദി ടീമും വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും അധികം നമ്മൾ കാണുന്നത് ഈ 400 സീറ്റുകൾ കൂടുതൽ കിട്ടുമെന്ന് മോദി പറഞ്ഞപ്പോൾ എന്തിനാണ് ഇവർ വിശ്വസിച്ചതെന്ന് ഈ രാഹുൽ ഗാന്ധി ടീം വിശ്വസിച്ച് പോയതിൻ്റെ ജാള്യത, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം 1951-52 നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ പോലും അത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ ആ ഭൂമിയിൽ നിൽക്കുന്ന സമയമാണ്. ആ നെഹ്റുവിൻ്റെ കാലത്ത് പോലും അന്ന് വെറും 489 സീറ്റുകളാണ് പാർലമെന്റിലുണ്ടായിരുന്നത്. അന്ന് നെഹ്റുവിന് 364 സീറ്റ് നേടാൻ കഴിഞ്ഞു. അതാ സ്വാതന്ത്ര്യം കിട്ടി നെഹ്റു ആണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ആണെന്നുള്ള ഒരു ബും നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ അത് 371 കിട്ടി രണ്ടാമത്തെ പ്രാവശ്യം. പിന്നെ 1962 ആയപ്പോഴേക്കും 361 കിട്ടി ഈ നെഹ്റുവിന്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദിരയ്ക്കാണ് കൂടുതൽ, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞത്. ഞാൻ കണക്കുകൾ തോന്നുന്നു 1971 ഇന്ദിരാഗാന്ധിക്ക് 352 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 1980 നമുക്കറിയാം ഈ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് അവർ പരാജയപ്പെട്ടിട്ട് അതിൽ നിന്നൊരു ഉയർത്തെഴുമ്പോടുകൂടി അവർ വളരെയധികം ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരികയും അങ്ങനെ 1980 ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അതിൽ 353 സീറ്റുകൾ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം വരി 400 എന്ന് പറയുന്നത് ഒരിക്കലും എത്താൻ കഴിയാത്ത ഒരു വല്ലാത്ത എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് നമ്മുടെ മോദി ടീമിനും അറിയാമായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ
അസാസിനേഷന് ശേഷം കൊലപാതകത്തിന് ശേഷം രാജീവ് ഗാന്ധി ഈ 400-ലധികമുള്ള എന്ന ആ ഒരു കടമ്പ കടന്നിട്ടുണ്ട്. ആകപ്പാടെ ഒരേ ഒരു പ്രാവശ്യമാണ് 400-ലധികം എന്നൊരു കടമ്പ കടന്ന് 414 സീറ്റുകളാണെന്ന് പിന്നെ രാജീവ് ഗാന്ധി പിടിച്ചത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറഞ്ഞാൽ മോദിയാണ് 300-ൽ കഴിഞ്ഞുള്ള, പിന്നീട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുമ്പോൾ 300-ൽ കഴിഞ്ഞ, അതായത് 303 കഴിഞ്ഞ 2019 മോദിയുടെ സീറ്റ് നമ്മൾ BJPയുടെ സീറ്റ് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ NDAക്ക് തന്നെ അന്ന് 353ഓളം സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പിന്നെ സീറ്റുകൾ നേടിയ ഒരു സമയത്തും 400 എന്ന് പറയുന്നത് അപ്രാപ്യമായിരുന്നു എന്ന് മോദിക്കും അറിയായിരുന്നു. നമ്മളൊന്നും മനസ്സിലാക്കിയാൽ തന്നെ അറിയാം, ഈ 37% അല്ലെങ്കിൽ 38% മാത്രമാണ് ഈ NDAക്കുള്ള വോട്ട് വിഹിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോഴും 60-ലധികം വോട്ട് പെർസെൻറ്റേജ് അപ്പുറത്ത് കിടക്കുകയാണ്, പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ അവർ ഒന്നിക്കരുത്. ഈ 60% വോട്ട് ഉള്ള പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ആ ഒന്നിച്ചാൽ ഉണ്ടാകുന്ന അപകടം വ്യക്തമായിട്ട് മോദി ടീമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദി ടീം ഈ 400+ എന്ന് പറയുന്ന പ്രചരണവുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെ ഈ പറയുന്ന 60-ലധികം വരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള ആ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് നിതീഷ് കുമാറിനെ പിടിച്ചെടുത്തതും TDPയെ പിടിച്ചെടുത്തതും ഇങ്ങനെ ഒരു തന്ത്രം കളിച്ച് വന്നത് കൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഈ തന്ത്രങ്ങളെല്ലാം പിന്നീടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്കും ടീമിനും മനസ്സിലായത്. അവിടെയാണ് കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യമായത്. ഇപ്പോൾ അവർ വിചാരിക്കുന്നു മറ്റ് ചില സംസ്ഥാനങ്ങളിൽ UPയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഒക്കെ കൂടുതലൊന്ന് പിടിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് രാഹുൽ ഇപ്പോഴും കരുതുന്നുണ്ട്. എന്തായാലും തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുംഭകോണവുമായിട്ട് ഈ ഓഹരി കുംഭകോണമായി വന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ആരോപണം തന്നെ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.